ഇറാൻ സൈന്യം ഏതു സമയവും ഇസ്രായേലിനെ ആക്രമിച്ചേക്കുമെന്ന റിപ്പോർട്ട്. ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് ഇസ്മായിൽ ഹനിയെ വധിച്ചതിന് പ്രതികാരം ചെയ്യുമെന്ന ഇറാൻ ആത്മീയ നേതാവ് ആയത്തുല്ല അലി ഖമേനി മുന്നറിയിപ്പ് നൽകിയിരുന്നു. മാത്രമല്ല, ഹിസ്ബുല്ലയുടെ സൈനിക മേധാവി ഫുവാദ് ഷുക്കൂറിനെ വധിച്ചതോടെ ലബനനിൽ നിന്നും ഇസ്രായേൽ ആക്രമണം നേരിടുകയാണ്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത് മണിക്കൂറുകൾക്കകമാണ് ഇസ്മായിൽ ഹനിയ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. സംഘർഷം ലഘൂകരിക്കാനുള്ള ചർച്ചകൾ യുഎസിന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. യുഎസ്, UK, സ്വീഡൻ, ഫ്രാൻസ്, കാനഡ, ജോർദൻ തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരോട് ലബനൻ വിടാൻ നിർദ്ദേശിച്ചു. ബെയ്റൂട്ടിൽ നിന്നുള്ള നിരവധി വിമാനങ്ങൾ യാത്ര റദ്ദാക്കി. ഹിസ്ബുല്ല വടക്കൻ ഇസ്രായേലിൽ നിരവധി റോക്കറ്റ് ആക്രമണങ്ങൾ ഇന്ന് പുലർച്ചെ നടത്തി. പെന്റഗൺ കൂടുതൽ യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും പ്രദേശത്ത് വിന്യസിച്ചു. UK കൂടുതൽ സൈനികരെ പ്രദേശത്ത് വിന്യസിച്ചു. ഇറാൻ, ലബനൻ, സിറിയ, ഇറാഖ്, യമൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള സംയുക്ത നീക്കം ഇസ്രായേലിനെതിരെ ഉണ്ടാകുമെന്ന സൂചനകളും ഉണ്ട്. ഇസ്രായേലിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്നാണ് അമേരിക്കയുടെ ആശങ്ക. അതുകൊണ്ടാണ് യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക എത്തിച്ചിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണ തേടാനും അമേരിക്ക ശ്രമിച്ചു വരികയാണ്. അതേസമയം തിങ്കളാഴ്ച പുലർച്ചെ ആക്രമണം ഉണ്ടായേക്കുമെന്ന് ഇസ്രായേലും അമേരിക്കയും പ്രതീക്ഷിക്കുന്നതായി ആക്സിയോസ് ന്യൂസ് സൈറ്റ് ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേലിൽ ആക്രമണ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം അതീവ ജാഗ്രത തുടരുകയാണ്. ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസ് പല കമ്പനികളും നിർത്തിവെച്ചു. പശ്ചിമേഷ്യയിൽ താമസിക്കുന്ന തങ്ങളുടെ പൗരന്മാരോട് ജാഗ്രത പാലിക്കാൻ എല്ലാ രാജ്യങ്ങളും ആവശ്യപ്പെട്ടു. മധ്യ ഇസ്രായേലിൽ ഗൂഗിൾ മാപ്പിൽ സ്ഥലം കൃത്യമായി കാണിക്കുന്നില്ല. ടെല്ലവീവിൽ GPS സംവിധാനം തകരാറിലായി. ഗൂഗിൾ മാപ്പിൽ ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ട് മാത്രമാണ് കാണിക്കുന്നത്. നേരത്തെ ഇസ്രായേലിനെതിരെ ആക്രമണം നടന്നപ്പോഴെല്ലാം ഇത്തരം മാറ്റങ്ങൾ പ്രകടമായിരുന്നു. എന്നാൽ ഇസ്രായേൽ സൈന്യം സംഭവത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.